ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ജിലേബി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ജിലേബിയുടെ റെസിപ്പി ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉഴുന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരുന്നു. അതിൽ പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉഴുന്ന് യൂസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ജിലേബി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് കൂടെ വേണ്ടിയിട്ട് ഉഴുന്ന് യൂസ് ചെയ്യാതെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഒട്ടുമില്ലാതെ തയ്യാറാക്കുന്ന ഒരു കിടിലൻ ജിലേബിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ജിലേബി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം തൈരും കൂടെ വേണം. തൈരിനെയും നമ്മൾ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. ഈ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം ഓറഞ്ച് ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കളറിന് പകരം നിങ്ങൾക്ക് മഞ്ഞ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പകരം ഒരല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് ജിലേബി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ. അധികം ലൂസും അല്ല എന്നാൽ തിക്കും അല്ല, ആ പരുവത്തിൽ വേണം കേട്ടോ മാവ്. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെങ്ങ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് പാനിയാക്കി എടുക്കണം. ഇതിലേക്ക് ഇപ്പം ഞാൻ 2 ചതച്ച ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായ പൊടിയും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പാനി റെഡിയാക്കി എടുക്കാം. ഒരു നൂൽ കൺസിസ്റ്റൻസി ഒന്നും വേണമെന്നില്ല, സ്റ്റിക്കി ആവും വേണ്ട, ജസ്റ്റ് ഒന്ന് പാനിയായി കിട്ടിയാൽ തന്നെ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്നൊന്നുമില്ല. ഇതിവിടെ തിളച്ചോട്ടെ. അപ്പോക്കിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതിനൊരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് നിറച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കേക്കൊക്കെ ഐസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കവറിൻ്റെ അകത്തേക്ക് ഈ മാവ് നിറച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ മാവിനെ ഒന്ന് പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്കൊന്ന് നിറച്ചു കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൻ്റെ അകത്താണ് നിങ്ങൾ നിറക്കുന്നതെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ മാവ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാൻ. ഇപ്പം ഞാൻ മാവിനെ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു റബ്ബറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റബ്ബർ ഇട്ട് കൊടുത്തതാണിത്. അപ്പോഴേക്കിന് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടോട് കൂടെ തന്നെ ഇരിക്കണം. പിന്നെ ഞാനിപ്പോൾ ജിലേബി ചുറ്റിക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ എണ്ണയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജിലേബി ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവറാണെങ്കിൽ അതിൻ്റെ അറ്റവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കാം. ജിലേബിയുടെ ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഇരിക്കുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ചുറ്റിച്ചെടുക്കുമ്പോൾ എണ്ണ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ക്രിസ്പി ആവുന്നത് വരെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ക്രിസ്പി ആയി വന്നതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനെ നേരിട്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചൂട് വേണം. അഥവാ ഇനി നിങ്ങളുടെ ഷുഗർ സിറപ്പ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂടാക്കിയതിന് ശേഷം വേണം ജിലേബി ഇട്ട് കൊടുക്കാൻ. അതല്ലാതെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഷുഗർ സിറപ്പ് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് വേഗം അങ്ങ് തണുത്തു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ചൂടാക്കി കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും ഇത് മുഴുവനായിട്ടും ചെയ്യുമ്പോഴേക്കിന്. ഈ ജിലേബിയെ നമുക്ക് 5 മിനിറ്റ് ഈ ഷുഗർ സിറപ്പ് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഈ ഷുഗർ സിറപ്പിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോഴേക്കിന് കണ്ടില്ലേ നല്ല പോലെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വീട്ടിലും ജിലേബി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ ഷേപ്പൊന്നും നിങ്ങൾ കാര്യമാക്കൊന്നും വേണ്ട. അതൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാത്തിനെയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ടേസ്റ്റിയായ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.